ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 4 കേരള ടു ലഡാക്ക് ട്രിപ്പ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പൻവേലാണ്, മുംബൈ. ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ മഴക്കാലമാണെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ പെരുമഴ, ഹെവി റെയിനാണ്. അതുകൊണ്ട് വീഡിയോ ഒന്നും വരെയൊക്കെ എടുക്കാൻ പറ്റില്ല. രാത്രി ഒരു ലേറ്റ് ആക്കിയിരുന്നു ഇവിടെ എത്തുമ്പോൾ. കാരണം മഴയായിട്ട് വിചാരിച്ച പോലെ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കര റഷ്, പൂനെ തൊട്ട് ഇങ്ങോട്ട് ഭയങ്കര റഷായി. പിന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഒന്ന് മര്യാദയ്ക്ക് നമുക്ക് ഉറങ്ങാനൊക്കെ ഉള്ള ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊന്നും ഇന്നലെ വന്ന സമയത്ത് എടുക്കാൻ പറ്റാതിരുന്നത്. വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ബേസിലാണ് ഇവിടെ റൂം വെച്ചത്. ഇവിടെ മലയാളി ഹോട്ടൽ ഒക്കെ ഉണ്ട്. നല്ല ബീഫും പൊറാട്ടയും നല്ല തട്ടി, നല്ല ഫുഡും നല്ല സ്റ്റേ ആണ്. ബീഫ് കഴിച്ചൊന്നും പറയാൻ ബീഫ് നിരോധനം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബീഫ് കഴിച്ചൊന്നും പബ്ലിക് ആക്കുന്നില്ല. അപ്പം നല്ല എത്തിയ സ്ഥലം പൻവേലാണ്. ഏകദേശം റൂമും അതിൻ്റെ ഒരു ഏരിയ കാട്ടി ഗല്ലിയാണ്. ഒരു ഗല്ലി ധാരാവിയും കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു സ്ഥലം. നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. റൂമും വലിയ റൂമില്ല. റൂമിലേക്ക് കയറുമ്പോ സീനാണെങ്കിലും കുഴപ്പമില്ല. എല്ലാരും ഇറങ്ങാനുള്ള പരിപാടിയാണ്. ചെറിയ റൂമാണ്, അഫോർഡബിൾ റേറ്റിന് കിട്ടിയതാണ്. മുകളിലുണ്ട്, ഇങ്ങോട്ട് സെറ്റപ്പാക്കി എടുത്തതാണ്. എല്ലാവരും ഇറങ്ങാനുള്ള പരിപാടി നോക്കും. അന്ന് മുംബൈ ഫുള്ള് ചുറ്റിട്ട് ഇറങ്ങും. ഫുള്ള് മോളാരാള് മുകളിലേക്കൊരു സെറ്റപ്പ് ഉണ്ട്. മുകളിൽ സെറ്റപ്പ്. അവിടെയും ബെഡുണ്ട്, ബെഡുണ്ട്, എ സി ഉണ്ട്. എ സി ഉണ്ടായിരുന്നു. നമുക്ക് ആ പൈസ കൊടുത്താൽ വന്നു വെച്ചാൽ എ സി കെട്ടിട്ടാണ് കിടന്നുറങ്ങി. ഇത് അങ്ങോട്ട് വരുന്നുണ്ട്. വീഡിയോ കേട്ട് വരുമ്പോ പറയണേ അവനെ കമ്മിങ് ഫുള്ള് കള്ളന്മാരൊക്കെയുള്ള ഏരിയ എന്നാ പറഞ്ഞത്. പിടി നോക്കണം. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു ലോക്കലായിട്ട് ഒരു ചെങ്ങായി കാറ് വന്ന് നിർത്തി പറഞ്ഞു, ഇവിടെ അധികം നിൽക്കണ്ട, വേഗം വിട്ടോ, റൈഡേഴ്സിന് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല, ഫുള്ള് കള്ളന്മാരുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മലയാളി നമുക്ക് ഇവിടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ സെറ്റിൽഡ് ആയ ഒരു മലയാളി നമുക്ക് കിട്ടി. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. രാവിലെ എണീച്ച് നോക്കുമ്പോൾ വണ്ടി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ വണ്ടി ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം തന്നിക്കുന്നു. ചെരുപ്പിട്ടിരിക്കുന്ന ഇല്ല ചെരുപ്പിട്ടിട്ട് കാട്ടിത്തരാം. ഉള്ളിൽ ചളിയാണ്. വണ്ടി കാട്ടിത്തരാം. വണ്ടി അങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയാണ് വെച്ചത്. ഉള്ളി ലോക്കൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടി അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തുണ്ടോല്ലോ. അതുകൊണ്ട് ഫുള്ള് ലോക്ക് ചെയ്തിട്ടാണ് വണ്ടിയൊക്കെ വെക്കാറ്. ലോക്ക് ചെയ്ത് വെച്ചതാണ്. വണ്ടീനൊക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചളി വിളിയായിരിക്കും. നല്ല ഹൈവേ കിട്ടിയോണ്ട് നല്ല മഴയും കൂടി ആയതുകൊണ്ട് ഒരു നാഷണൽ പെർമിറ്റ് ലോറി മാതിരിയായിരിക്കും. അപ്പോൾ നോക്ക് അവസ്ഥ. എൻ്റെ വണ്ടീൻ്റെ ബുള്ളറ്റൊക്കെ എന്താ അവസ്ഥ? പോളിഷൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. മോർണിംഗ് ടീ, മോർണിംഗ് ചായ. മുംബൈ നിന്നും മോർണിംഗ് ചായ. നല്ല അടിപൊളി ചായ, കുഴപ്പമില്ലാത്ത നല്ല നാടൻ ശൈലിയുള്ളൊരു ചായ. എല്ലാവരും ചായ കുടിയിലാണ്. കുറച്ച് ഓടിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. രാവിലത്തെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. മഴയും ഒക്കെ കൂടിയായി റൈഡ് ഇന്നലെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പക്ഷെ എന്നാലും വലിയ സീനൊന്നുമില്ല. ഇപ്പം നല്ല വെയിൽ. ഇന്നലെ അവിടെ പെരുമഴയും ഇന്ന് ഇവിടെ വെയിൽ പറഞ്ഞതോ ആ വെയിൽ പോയി കൈസ്. പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. രാവിലെ തന്നെയുള്ള ഒരു ചടങ്ങാണിത്. ലഗേജ് കെട്ടി ഉണ്ടാക്കി ഇറങ്ങും. ഇതിന് തന്നെ ഒരു മണിക്കൂറിന് മുകളിൽ പോകും. ഓരോ വണ്ടീൻ്റെ മുകളിൽ ലഗേജ് കൂടി കെട്ടുമ്പോഴേ ഫുള്ള് കെട്ടി ഉണ്ടാക്കുമ്പോഴൊരു പണിയാണ്. ഹായ് സ്റ്റിക്കറൊക്കെ അടിച്ചിരിക്കുന്നത് കോഴിക്കോട്. വണ്ടീൻ്റെ കഥ പോക്കാണ്. ഫുള്ള് ചളിയാണ്. ഏകദേശം ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പോകാനേ ഉള്ളൂ. നേരെ മുംബൈ
മുംബൈക്ക് ഒരു 50 കിലോമീറ്റർ മുന്നേ പൻവേലാണ് പോകണം ഞങ്ങൾ. ലഡാക്ക്. പറഞ്ഞോടി हम लोग 8 आदमी हैं। 4 गाड़ी केरला से ये लद्दाख अब ये लद्दाख जा रहा है कालीकट से। थैंक यू। आप लोग इधर का ही है? यहाँ पे स्टॉप है मोटरसाइकिल रिक्शे का हम लोग वर्कशॉप है। വർക്ക്ഷോപ്പാണ്. हमारे भी कुछ है तो बोलो। जी 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 जरूर बताएगा। ठीक है चलो बेस्ट ऑफ लक है। ഓക്കെ താങ്ക് യു താങ്ക് യു. अभी निकल रही है? हाँ जी अभी निकल रहे हैं। कल आएगा। അപ്പം ഗ്യാസ് നമ്മുടെ ലാസ്റ്റ് വണ്ടി ഇതാ റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് യാത്രയാകാൻ പോവാണ്. നാലാം ദിവസം തളരാതെ മുന്നോട്ട്. ഞായറാഴ്ചയാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് കാരണം ഓർമ്മയില്ല. ഞായറാഴ്ച നാട്ടിലാണ് ഞായറാഴ്ച എങ്ങനെ ഒരു ദിവസം പോയതന്നെ അറിയില്ല. 3 ദിവസമൊക്കെ പോയ എന്ത് പെട്ടെന്ന് ഒന്നും അറിയില്ല. മലയാളിന് കിട്ടി. മലയാളി 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 കൊലാപ്പൂരായി. നിങ്ങളെവിടെ സ്ഥലം എവിടെയാ നാട്ടില്? തിരുവനന്തപുരം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഫാബ്രിക്കേഷൻ. ഇവിടെ തന്നെ അടുത്ത് തന്നെ ട്രാവൽ വിത്ത് ഹണ്ടേഴ്സ്. ഞങ്ങളൊക്കെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട്. ഒരു ദിവസം ഒരു 8 o'clock വരെ രാത്രി 8 മണിന് മുന്നേ നിർത്തും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഞങ്ങൾ നേരെ ബോംബെ ഒന്ന് ചുറ്റിക്കറങ്ങണം എന്ന്. കറങ്ങിയിട്ട് നാളെ നാസിക്കിലേക്ക് പോകും. ഹരിയ ഫോർട്ട് പോകും. ഓക്കെ. ഓ താങ്ക് യു. മുംബൈയിൽ ഏതോ ഒരു സ്ഥലത്തുണ്ട്
സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടാൾ മാത്രമേ ബാക്കി ആരും കാണില്ല. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ഇവിടെ ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കാണാവുന്നതാണ്. നാട്ടിലുള്ള പയമ്പറുള്ള സച്ചിനേട്ടനെ കാണാവുന്നതാണ്. മൂപ്പര് ഇവിടെ ഉണ്ട്. മൂപ്പര് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരിപ്പോൾ വരും. മൂപ്പരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നാട്ടിലുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. മൂപ്പര് ഹായ് പറയൂ. വെറുതെ രസമല്ലേ കേട്ടോ. ബാക്കി വണ്ടിക്കാർ ഇപ്പോഴും എത്തിയില്ല. ഗൈസ് മലയാളി ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. കഴിക്കുന്നുണ്ട്. ചോറ് പറഞ്ഞിട്ടുണ്ട്. ചോറ് കിട്ടും. ചെറിയ സൗകര്യമുള്ളൂ. ഇവിടെ അടുത്ത് കുറേ മലയാളി സ്റ്റുഡൻസൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ചെറിയ സെറ്റപ്പ് തുടങ്ങിയ വലുതാണ് ഷോപ്പ്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വേണം മുംബൈക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാം. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂം എടുക്കണം. 4 ദിവസത്തിന് ശേഷം ചോറ് കഴിച്ചു. ചോറുണ്ട്, മീൻകറി ഉണ്ട്, പേരിയുണ്ട്, പപ്പടമുണ്ട്. എന്താ സാധനം എന്നറിയില്ല, എന്നൊരു സാധനമുണ്ട്. നല്ല ചോറ്. എല്ലാവരും നല്ല പോളിങ്ങിലാണ്. പോളിങ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അരിയിൽ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. നല്ല വിശക്കുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ സച്ചിനേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നതാണ്. ഇതാണ് ഫ്ലാറ്റിലേക്ക് കയറി ഇറങ്ങി. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫോണൊക്കെ ചാർജിങ്ങിലേ. പിന്നെ മഴയായത് എല്ലാവരും കയറ്റി പറ്റിയില്ല. എല്ലാവരും ഉണ്ട്. സ്നേഹമുള്ള ഏട്ടന്മാർ ഫുഡൊക്കെ വാങ്ങി തന്നു. ഉച്ചയ്ക്ക് ചോറൊക്കെ വാങ്ങി തന്ന് പല വകയും ചോറ്. ഇനി നേരെ ഞങ്ങൾ അംബാനീൻ്റെ പുര കാണേണ്ട പോയിട്ട്. അംബാനി വിളിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. യോധർ കാണാൻ വരാൻ പറഞ്ഞു. അവിടെയൊക്കെ മൂപ്പര് കാണാൻ നടക്കുന്നത്. ഇത് അംബാനി ഒക്കെ ഭയങ്കര കമ്പനിയാണ്. എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയണ്ടേ. കമ്പനി കണ്ടിന്യൂ. ഓക്കെ ബൈ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അംബാനിയുടെ വീടാണ് വന്ന. മുകേഷ് അംബാനിക്ക് പകരം അനിൽ അംബാനി പേടിച്ച് അനിൽ അംബാനീൻ്റെ വീട് ഇവിടെയാണ്. ചേച്ചിമാർ സിഗരറ്റൊക്കെ വലിച്ചു പോകുന്നുണ്ട്. അനിൽ അംബാനീൻ്റെ ആലിയ ഭട്ടിൻ്റെ വീട്
ആലിയഭട്ടൻ ഞാൻ തോന്നുന്നു. ആലിയഭട്ടിൻ്റെ വീടൊക്കെ എവിടെയാണെന്നാ പറഞ്ഞു. അത് അനിൽ അംബാനിയുടെ വീട്. എവിടെയാണ് ആലിയഭട്ടിൻ്റെ വീട്? ആലിയഭട്ടിൻ്റെ വീട് ഇതിൻ്റെ അപ്പുറം എന്നൊക്കെ പറഞ്ഞു. ഇതാണെന്ന് തോന്നുന്നു. അനിൽ അംബാനിയുടെ വീട് ഇതാണ് അനിൽ അംബാനിയുടെ വീട്. ഗേറ്റ് കണ്ടോ? അടിപൊളി ഗേറ്റ്, വൈബ്. കാണുന്ന വീടിന്റെ നേരെ പുറകിലാണ് നമ്മുടെ രൺബീർ കപൂറിന്റെ ആലിയ ഭട്ടിന്റെ വീടുള്ളത്. അവിടെ വന്ന് അടുത്ത് വന്ന് വരും. രൺബീർ കപൂറിന്റെ വീട് ഏകദേശം ഇതിന്റെ ബാക്കിലായിട്ട്. ഇത് മുംബൈ സിറ്റിയിലെ ഒരു പോർഷ് ഏരിയ ആണ്. അത്യാവശ്യം സെലിബ്രിറ്റീസിന്റെ വീടൊക്കെ ഈ ഒരു ഏരിയയിലാണ്. സഞ്ജീവിന്റെ വീടൊക്കെ ഫ്രണ്ടിലേക്കാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയാണ് അനിൽ അംബാനി. ഞാൻ കാട്ടി കാണാവുന്നതാണ് ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. മുംബൈയിൽ നരിമാൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബീച്ച് സൈഡ് ഫുള്ള് ക്രൗഡഡ് ആണ്. കാരണം ഞായറാഴ്ചക്കല്ലേ, ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി റൂം എടുത്ത് ഫുള്ള് ട്രാഫിക് ബ്ലോക്കൊക്കെ ആണ്. റൂം എടുത്ത് ലഗേജും സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നേരെ ഇങ്ങ് പോന്നാ സ്ഥലം കാണാൻ, വൈബടിക്കാൻ. എല്ലാവരും ഉണ്ട്. വിമാനം ഞങ്ങള് വിമാനം ഇവിടെ സെറ്റാണ്. നമ്മളിവിടെ ഇത് നടത്തുകയാണ് കേട്ടോ, ചലഞ്ച് നടത്തുക. ആരുടെ ഏറ്റവും കൂടുതൽ പോവാണ് ചാലഞ്ച് ഒക്കെ ഉണ്ട്. ആ സിറ്റി വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും. ചാലഞ്ച് സിറ്റി വ്യൂ ചാലഞ്ച് അല്ല, സിറ്റി വ്യൂ നമ്മളെ ഇത് തുടങ്ങുക കേട്ടോ. എല്ലാരും ഒന്ന് നമ്മള് വിമാനം പറത്താൻ പോവാണ് ഇവിടെ. അവിടെ ആ സൈഡിൽ എവിടെയാണ് മറൈൻ ഡ്രൈവ്, മുംബൈ മറൈൻ ഡ്രൈവ് വരും. ഫുൾ സിറ്റി നൈറ്റ് വ്യൂ അടിപൊളിയാണ്. മോർണിംഗ് എന്താ അവസ്ഥ അറിയില്ല, മഴ പൊടിയുണ്ട് ചെറുതായിട്ട്, അതാണ് ക്യാമറ കൂടെ ഇങ്ങനെ കാണുന്നത്. മോർണിംഗ് ഒന്ന് വന്ന് നോക്കണം. ചാലഞ്ച് ഉണ്ടെന്നൊക്കെ കേട്ടു. ചാലഞ്ച് ഉണ്ടെന്ന കഥ നോക്കട്ടെ. നമ്മളിവിടെ വിമാന പറത്തലാണ്. എങ്ങനെയാണ് ചലഞ്ച് ഞാൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞേ. ഓൺ സ്റ്റേജ്
ഓ പിന്നെ അത് കൊറേ ആയി. എടാ ഉണ്ണി എന്നാ ഒരുത്തനോട് പോയി പോയി അവനും പോയിരിക്കുന്ന പോലെ തന്നെ പൊട്ടനൊരു വേറെ ഞങ്ങൾ ഇവിടെ പെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഉണ്ടാവില്ല. ഉള്ള ആൾക്കാരാണ്, ഉള്ള സൈഡ് വരെ ആൾക്കാരാണ്. നരിമാൻ വ്യൂ പോയിന്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നടക്കുന്ന ഉള്ള ആൾക്കാരാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുക. വേറെ പണിയൊന്നുമില്ല. ഫുൾ ക്രൗഡാണ്. എല്ലാവരും ഉണ്ട്. ഒരുപാട് ക്രൗഡ്. മഴ ആറുന്നത് ചെറിയ പ്രശ്നം. മഴയാണെന്ന് ചടപ്പിക്കുന്നത്. പക്ഷേ വലിയ സീനില്ല. മഴ എവിടെ പെയ്യുന്ന അറിയുന്നില്ല. വെറും മഴയല്ല, ചീഞ്ഞ മഴ എന്നാണ് പൊട്ടം പറഞ്ഞത്. തുള്ളികളായിട്ട് നനയാൻ മാത്രമൊന്നുമില്ല, ബട്ട് എന്താന്നറിയില്ല, നനയുന്നുണ്ട്. മലയാളികളൊന്നും കിട്ടിയില്ല. ട്രൈ പ്ലേസ് ആട്ടോ. രാവിലെ ഒന്ന് വേണം. രാത്രിത്തെ വ്യൂ എന്തായാലും പൊളിച്ച്. അജ്ജാതി വ്യൂ എന്ന് പറഞ്ഞാൽ അജ്ജാതി വ്യൂ, അടിപൊളി വ്യൂ. ഫുള്ളങ്ങ് കാണുന്ന സിറ്റി മൊത്തം. അത് ക്യാമറയിൽ കൂടെ എത്ര കിട്ടുന്നത് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് കണ്ണ് കാണുന്നതാണല്ലോ ഏറ്റവും ഉണ്ടോ കണ്ടില്ലേ. ആ സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ മുംബൈ സിറ്റിയിലെ രാത്രിത്തെ ഫുഡ് നല്ല ബട്ടർ ചിക്കനും പൊറാട്ടയും. നല്ല മലയാളി ഫുഡ് കിട്ടണ കൂട്ടം കിട്ടണം. മുംബൈ സിറ്റിൻ്റെ അടുത്ത് തന്നെ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നല്ല ബട്ടർ ചിക്കനും പൊറാട്ടയും കഴിച്ചുകൊണ്ടിരിക്കുക രാത്രി. എല്ലാവരും ഉണ്ട്. നല്ല ബട്ടർ ചിക്കനും ഉണ്ട്, പൊറോട്ടയും ഉണ്ട്. അപ്പോൾ കഴിച്ച ആളുടെ നല്ല മഴ അവിടെ പുറത്ത്, നല്ല മഴയാണ്.